ഞാൻ പ്ലാസ്റ്റിക് അടിക്കലാന്നേ. ഞാൻ പണിയും കയറി വന്നിട്ട് എന്നതിന് ശേഷം ഒരു 10 കിലോ പ്ലാസ്റ്റിക് ഇന്ന് അടിക്കണം, ഇന്ന് അടിച്ച് തീർക്കണം. ഈ പ്ലാസ്റ്റിക് അടിച്ചിട്ടിടുമ്പം ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഒന്ന് ഇങ്ങനെ പശ തേച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെ പശ തേച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പശേൻ്റെ മേലെ ഇങ്ങനെ പറ്റിച്ച് കൊടുത്ത് പശേൻ്റെ നടുക്ക് പശ ഇത്ര വീതിക്ക് പശ തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് പറ്റിച്ച് കൊടുത്താൽ ഒറ്റപ്പടി ഗ്യാപ്പ് ഉണ്ടാവില്ല. അതൊന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പശ വെച്ചിട്ട് അതിന് ഞൊറിയിടുമ്പം കുറേ സമയം വേണം. ഇതാകുമ്പം അത്രപ്പാട് സമയം വേണ്ട. ഇത് എളുപ്പത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് പോകാൻ പറ്റും. ഞാൻ ഇങ്ങനെ പശ തേച്ചെടുത്തോളം ഇങ്ങനെ ഒട്ടിച്ചിട്ട് വേഗം എളുപ്പത്തിൽ പോകാൻ പറ്റും. അതുകൊണ്ട് ഇത് ഒരുപാട് സമയ ലാഭമുണ്ട്. മറ്റേത് ഇങ്ങനെ ഞൊറിയിടുണ്ടെങ്കിൽ ഇങ്ങനെ പശ വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഞൊറിയിട്ട് പോകണം. അപ്പോൾ ആ ഞൊറി ഇളകി പോയിട്ടുണ്ടെങ്കിൽ ആ ഞൊറി ഈ പ്ലാസ്റ്റിക്കിൻ്റെ മേലെ തന്നെ കൊണ്ടാലും അതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം അതിൻ്റെ മേലെ ബെൽറ്റ് അടിക്കുമ്പം അടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. അന്നേരം ലീക്കാകാനും സാധ്യതയുണ്ട്. ഇത് പ്ലാസ്റ്റിക് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്ന സമയത്ത് ഞാൻ കൊല്ലത്തിലും അടിച്ചിട്ട് തന്നെ ഇടില്ല. ഞാൻ പണിയെടുക്കുന്ന തോട്ടത്തിൽ. ഇത് എളുപ്പമാണ്, ഒരുപാട് എളുപ്പമാണ് പണി. പിന്നെ നല്ലതാണ്, ഇത് നല്ല ഗുണമാണ്. കാരണം ഇതിങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടല്ലോ. മറ്റേ ഇത് ഇടുന്ന് മടക്കുമ്പോൾ അതിന് ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ആർക്കെങ്കിലും പ്ലാസ്റ്റിക് അടിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുതരുക. അത്ര വലിയ പൈസയൊന്നുമില്ല, അടിച്ചു തരും. പറഞ്ഞോളൂ കേട്ടോ.